ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും കൃത്യതയുള്ള ബൗളർ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്ന പേര് ജസ്പ്രീത് ബുംറയുടേതാണ്. എന്നാൽ ആ ബുംറയ്ക്ക് ഇന്നലെ എന്തുപറ്റി? ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയുള്ള മത്സരത്തിൽ ബുംറ വരുത്തിയൊരു വലിയ പിഴവ് ഇതിഹാസ താരം സുനിൽ ഗവാസ്കറെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് സണ്ണി പാച്ചി തത്സമയം ആക്രോശിച്ചത്. മുംബൈ ഇന്ത്യൻസിന്റെ സ്റ്റാർ ബൗളർക്ക് എവിടെയാണ് പിഴച്ചത്? സംഭവം നടക്കുന്നത് ലക്നൗ ഇന്നിംഗ്സിന്റെ 14-ാം ഓവറിലാണ്. ക്രീസിലുള്ളത് ഹിമ്മത് സിംഗ്. വിക്കറ്റ് അത്യാവശ്യമായ ഘട്ടത്തിൽ സൂര്യകുമാർ യാദവ് തന്റെ വിശ്വസ്തനായ ബൗളർ ബുംറയെ പന്തേൽപ്പിക്കുന്നു. ഓവറിലെ രണ്ടാമത്തെ പന്തിൽ തന്നെ ഹിമ്മത് സിംഗിന്റെ എഡ്ജ് കീപ്പർ റയാൻ റിക്കൾട്ടിന്റെ കൈകളിലെത്തുന്നു. വിക്കറ്റ് ഉറപ്പിച്ച സന്തോഷത്തിൽ മുംബൈ താരങ്ങൾ ആഘോഷിക്കുമ്പോഴാണ് ആ ദുരന്തം സംഭവിക്കുന്നത്. സൈറൺ മുഴങ്ങുന്നു. ബുംറയുടെ കാൽ ക്രീസിന് പുറത്തായിരുന്നു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ആ ഫ്രീ ഹിറ്റിലും ഹിമ്മത് സിംഗ് ഔട്ടാകുന്നു. കവറിൽ ക്യാച്ച് നൽകിയെങ്കിലും അത് ഫ്രീ ഹിറ്റ് ആയതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. തൊട്ടു പിന്നാലെ ബുംറ വീണ്ടും നോ ബോൾ കൂടി എറിയുന്നു. ഒരേ ഓവറിൽ 2 തവണ ജീവൻ ലഭിച്ച ഹിമ്മത് സിംഗ് പിന്നീട് ലക്നൌവിനെ വലിയ സ്കോറിലേക്ക് നയിച്ചു. കമന്ററി ബോക്സിലിരുന്ന സുനിൽ ഗവാസ്കർക്ക് ഇതൊട്ടും സഹിക്കാനല്ല. അദ്ദേഹം പറഞ്ഞു, ഇത് അംഗീകരിക്കാനാവില്ല. നിങ്ങളൊരു പ്രൊഫഷണൽ ക്രിക്കറ്ററാണ്. വൈറ്റ് ബോൾ എറിയുന്നത് എനിക്ക് മനസ്സിലാക്കാം, പക്ഷേ നോ ബോൾ എറിയുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. ഒരു സീസൺഡ് ക്യാമ്പയിനറായ ബുംറയെപ്പോലൊരു താരം ലൈൻ തെറ്റിക്കുന്ന ടീമിനെ എത്രത്തോളം ബാധിക്കുമെന്ന് ഗവാസ്കർ എടുത്തു പറഞ്ഞു. ബുംറയെപ്പോലൊരു ബോളർക്ക് നോ ബോൾ എറിയാൻ ഒരു അവകാശവുമില്ലെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. കാരണം കളി കൈവിട്ടു പോകുന്ന സമയത്ത് ഒരു എക്സ്ട്രാ റണ്ണും ഒരു എക്സ്ട്രാ പന്തും നൽകുന്നത് എത്ര വലിയ നഷ്ടമാണെന്ന് നമുക്കറിയാം. സത്യത്തിൽ 2026 IPL സീസൺ ബുംറയെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായി മാറുകയാണ്. ഈ സീസണിൽ 10 മത്സരങ്ങളിൽ നിന്ന് വെറും 3 വിക്കറ്റുകൾ മാത്രമാണ് ബുംറയ്ക്ക് നേടാനായത്. ശരാശരി നോക്കുകയാണെങ്കിൽ 100-ന് മുകളിലാണ്. എക്കണോമി റേറ്റും 8-ന് മുകളിൽ നിൽക്കുന്നു. ഇതുവരെ ഈ ടൂർണമെന്റിൽ മാത്രം ബുംറ 8 നോ ബോളുകൾ എറിഞ്ഞു കഴിഞ്ഞു. ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വിസ്മയങ്ങൾ കാണിച്ച ബുംറയ്ക്ക് IPL-ൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ലൈനും ലെങ്ത്തും കണ്ടെത്താൻ അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെടുന്നതും നമ്മൾ കാണുന്നു. ബുംറയുടെ പിഴവുകൾക്കിടയിലും മുംബൈ ഇന്ത്യൻസിന് ഇന്നലെ ആശ്വാസകരമായ ഒരു ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു. ലക്നൗ ഉയർത്തിയ 228 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം രോഹിത് ശർമ്മയുടെയും റയാൻ റിക്കൾട്ടിൻ്റെയും വെടിക്കെട്ട് ബാറ്റിംഗിൻ്റെ കാര്യത്തിൽ മുംബൈ മറികടന്നു. എങ്കിലും പോയിന്റ് ടേബിളിൽ 9-ാം സ്ഥാനത്താണ് മുംബൈ ഇപ്പോഴുള്ളത്. പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഓരോ മത്സരവും അവർക്ക് നിർണായകമാണ്. ബുംറയുടെ ഈ മോശം ഫോം T20 ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ആരാധകർക്കും വലിയ ആശങ്കയാണ് നൽകുന്നത്. സണ്ണി പാച്ചി പറഞ്ഞതുപോലെ ബുംറ തൻ്റെ തെറ്റുകൾ തിരുത്തി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.